ഞാനിപ്പോൾ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആണ്, കുറച്ച് വെയിറ്റൊക്കെ കട്ട് ചെയ്യണം, വെയിറ്റ് കുറക്കണം. അപ്പോൾ ലഞ്ച് ടൈമിൽ ഞാൻ അധികം ലഞ്ച് കഴിക്കാറില്ല. ആ ടൈമിൽ ഞാൻ ജിമ്മിന് പോകാറാണ് പതിവ്. ഞാൻ ഇംഗ്ലീഷിൽ പറയും, ഐ ഹാവൻ ബീൻ ഈറ്റിംഗ് മച്ച് ലഞ്ച് ലേറ്റ്ലി. ഐ ഹാവ് ബീൻ ഗോയിങ് ടു ജിം അറ്റ് ലഞ്ച് ടൈംസ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ആ ഫ്രണ്ട് നന്നായിട്ട് ടെന്നീസ് കളിക്കും. ഫ്രീക്വൻ്റ് ആയിട്ട് കളിക്കുന്നില്ല, ഡെയിലി കളിക്കുന്നില്ല. ആഴ്ചയിലും 2 ആഴ്ച കളിക്കും, പിന്നെ ഒരാഴ്ച കളിക്കില്ല, പിന്നെ 3 ആഴ്ച കളിക്കും. അങ്ങനെ ഇടവിട്ടാണ് കളിക്കുന്നത്. ഈ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഷീ ഹാസ് ബീൻ പ്ലേയിങ് ടെന്നീസ് ഓൺ ആൻഡ് ഓഫ് ഫോർ 3 years. 3 വർഷമായിട്ട് ഇടവിട്ടുകൊണ്ട് അവൾ ടെന്നീസ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയാൻ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. 4ാമത്തെ അവസാനത്തെ കാറ്റഗറിയാണ് ഹൗ ലോങ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ഹൗ ലോങ് എന്ന് പറഞ്ഞാൽ എത്ര നേരത്തേക്ക്, എത്ര കാലത്തേക്ക് എന്നൊക്കെ അർത്ഥം വരുന്നൊരു ക്വസ്റ്റ്യൻ ഫ്രേസാണ് ഹൗ ലോങ്. ഈ ക്വസ്റ്റ്യൻ ഫ്രേസ് വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. ഒരു ഉദാഹരണം നോക്കിയാൽ, ഞാനും എൻ്റെ ഫ്രണ്ട് നമ്മളൊരു ഗെറ്റ് ടുഗദർ വെച്ചു. അപ്പോൾ ഗെറ്റ് ടുഗദറിൻ്റെ ടൈം ആയപ്പോഴേക്കും ഫ്രണ്ട് ഓൾറെഡി എത്തിയിട്ടുണ്ട്, നേരത്തെ എത്തി. ഞാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ ഞാൻ ലേറ്റായി ചെന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ചോദിക്കണം, എത്ര നേരത്തേക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ചോദിക്കണം. അങ്ങനെ ചോദിക്കാം, ഹൗ ലോങ് ഹാവ് യു ബീൻ വെയിറ്റിംഗ് ഫോർ മീ? നിങ്ങൾ എത്ര നേരമായിട്ട് എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്ന് ചോദിക്കുക. അപ്പോൾ അവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് നമ്മൾ ഉപയോഗിച്ചത്. 4 ഡിഫറെൻറ്റ് സന്ദർഭങ്ങളിൽ എങ്ങനെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ എക്സാമ്പിൾ സഹിതം നമ്മൾ മനസ്സിലാക്കി. Tool School of English.